ഹൃദയം പറിച്ചെറിയുന്ന വേദനയോടെയാണ് സുനന്ദയെ വിട്ടുകൊടുത്തത് സുഭാഷ്. അങ്ങനെ സുനന്ദയുടെയും ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തന്നെ താലിക്ക് വേണ്ടി തലകുനിച്ചു അവൾ. അങ്ങനെ അവളുടെ വിവാഹം കഴിഞ്ഞു. പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് സുനന്ദ ഭർത്താവുമായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പേ സുഭാഷിനെ കണ്ട് അവൾ സുഭാഷിന് സന്തോഷവാനാണെന്ന് തന്നെ ചോദിക്കുമ്പോൾ സുഭാഷ് അവളോട് താൻ സന്തോഷവാനാണെന്നും തനിക്കൊരു വിഷമമില്ലെന്ന കാര്യവും പറയാണ്. സുനന്ദ നന്നായിട്ട് ജീവിച്ചാൽ മതിയെന്നും നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നും സുഭാഷ് അവളടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടുകാർ അവൾക്ക് വിരുന്നൊരുക്കുന്നുണ്ട്. അധികം വൈകാതെ സുനന്ദയും ഭർത്താവും ഗൾഫിലോട്ട് പോവാനട്ടോ. സുനന്ദയ്ക്ക് ഒരിക്കലും സുഭാഷിനെ മറക്കാനാവില്ല. ആ കാര്യം തുറന്നു പറയാനാവാതെ അവൾ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. അവളുടെ അകൽച്ചയും ഏതു സമയമുള്ള ചിന്തയും കാണുമ്പോൾ അവളുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്കിതെന്താ പറ്റിയത്? ഈ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നോ? കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ? അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും എന്ന് അയാൾ പറയുമ്പോൾ സുനന്ദ അപ്പോഴും ഒരകൽച്ച കാടാണ്. പതിയെ പതിയെ അവളെല്ലാം മറക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ഭർത്താവിൻ്റെ സ്വഭാവം മോശപ്പെട്ടു പോവാട്ടോ. അങ്ങനെ സുനന്ദയെ ഉപദ്രവിക്കാനും വളരെ നീചമായിട്ട് പെരുമാറാനും തുടങ്ങാൻ അയാൾ. ഒരിക്കൽ അവളുടെ അച്ഛനും അമ്മയും അവളെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സുനന്ദയുടെ കവിളത്ത് കൈവരളുടെ പാടുകൾ കാണുമ്പോൾ മകൾക്കിതെന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുവെച്ച ചെക്കനല്ലേ, വളരെ ഗൾഫ് നല്ലവനെ, എനിക്കിവിടെ സുഖാണ്, എന്നെ അന്വേഷിക്കാനോ എന്നെ വിളിക്കാനോ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട, ഞാനിവിടെ കിടന്ന് ചത്താലും ശരി. എന്താ മോളെ, എന്താ നിനക്കെന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് സുനന്ദയുടെ അമ്മയ്യമ്മ വരുന്നുണ്ട്. ഓ, മോളുടെ വിവരം അറിയാൻ വന്നതാണോ? അവളുടെ കവിളത്ത് തിണർത്തെന്ന് കണ്ടിട്ട് ഭർത്താക്കന്മാരാവുമ്പോൾ ഭാര്യമാരെ തല്ലിയെന്നിരിക്കും, അതിൽ നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് വളരെ നിസാരമായിട്ട് കണ്ടുകൊണ്ട് പോവാട്ടോ. തൻ്റെ മകൾക്കിവിടെ നരകതുല്യമായ ജീവിതമാണെന്ന കാര്യം നേരത്തെ തന്നെ അവളുടെ അമ്മ പ്രമീളയ്ക്കും അച്ഛനും ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. അതോടുകൂടെ വളരെ വിഷമത്തോടു കൂടെയാട്ടോ അവരവിടെ നിന്ന് പോകുന്നത്. ആ സമയം അവളുടെ അമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, നമ്മൾ തെറ്റ് ചെയ്തു പോയോ എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് അത്രയ്ക്കും അറിയാവുന്ന കുടുംബക്കാരായതുകൊണ്ടാണ് ഞാൻ കരുതി ഇങ്ങനെ ആ വിവാഹത്തിന് സമ്മതിച്ചത്. ആ സുഭാഷായിരുന്നെങ്കിൽ അവളെ പൊന്നു പോലെ നോക്കിയായിരുന്നു. എടി, നീ ഒരക്ഷരം മിണ്ടരുത്. ആ വീട്ടിലേക്കാണോ നിൻ്റെ മകളെ കെട്ടിച്ചുവിടാൻ നോക്കിയത്? നമ്മുടെ അഭിമാനം എന്താവുമായിരുന്നു. എന്നാലും ഇപ്പോൾ എനിക്കൊരു സ്വസ്ഥയും സമാധാനമില്ല. എൻ്റെ മോളുടെ ജീവിതം എന്താവുമെന്ന് ഓർത്തിട്ട്. ആ ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അവർക്കിടയിൽ ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാലേ അവർക്ക് പിന്നെ വേർപിരിയാനാവില്ല. അങ്ങനെ സമാധാനിക്കാം. എന്നാലും സുനന്ദയ്ക്ക് അവളുടെ ഭർത്താവിൽ നിന്ന് എന്നും പീഡനങ്ങൾ കേൾക്കേണ്ടി വരാട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇവരുടെ നാട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അവളുടെ ഭർത്താവിന് അവിടെ ഒരു ജോലി ശരിയായ സമയത്ത് അവൾ സ്വന്തം വീട്ടിൽ നിൽക്കാതെ തന്നെ അവിടെ അടുത്ത് മറ്റൊരു കോട്ടേഴ്സ് എടുത്തിട്ട് സുനന്ദയും ഭർത്താവും താമസിക്കുകയാണ്. അച്ഛനെയും അമ്മയുടെ നിന്ന് അത്രയും വിട്ട് നിൽക്കാൻ തന്നെയാട്ടോ സുനന്ദ ശ്രമിക്കുന്നത്. അവരാണ് തനിക്ക് ഇങ്ങനെ ഒരു നരകതുല്യമായ ജീവിതം തന്നത്. താൻ ആഗ്രഹിച്ച ജീവിതം പോലും തരാതെ അവരാണ് തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് മനസ്സിലാക്കിയ സുനന്ദ അച്ഛനും അമ്മയും വിളിച്ചിട്ട് പോലും അവിടേക്ക് പോകുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു ഫ്ലാറ്റിലാണ് താമസം. എന്നും വൈകി വരുന്ന സുനന്ദയുടെ ഭർത്താവ് കള്ള് കുടിച്ച് ലക്ക് കെട്ടിട്ടാട്ടോ വരാം. ഒരു ദിവസം സുനന്ദയുടെ അയാൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാളുടെ ഒരു കൂട്ടുകാരന് കൂടെ ഉണ്ടാവും. അങ്ങനെ സുനന്ദയോട് അവൻ വളരെ മോശമായിട്ട് പെരുമാറാണ്. എന്താടി നിനക്കിത്രത്? നീ കല്യാണത്തിന് മുമ്പ് മറ്റൊരാളെ പ്രണയിച്ചതല്ലേ? അത് നീ എന്നോട് പറഞ്ഞല്ലോ. അവനക്ക് വേണ്ടതൊക്കെ നീ കൊടുത്തല്ലോ. ദേ, എൻ്റെ കൂട്ടുകാരനും കൂടെ കൊടുത്തേക്ക്. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്ന് പറയുമ്പോൾ സുനന്ദക്ക് നിയന്ത്രണം വിട്ടിട്ട് ഭർത്താവിൻ്റെ കവിളടക്കൊന്ന് കൊടുക്കുന്നുണ്ട്. എന്ന് അയാൾ ആ സമയം തന്നെ അത്രയും മദ്യപിച്ചോടെ തന്നെ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. ആ സമയത്ത് സുനന്ദയുടെ അരികിലേക്ക് കൂട്ടുകാരൻ വരുന്നുണ്ട്. രക്ഷപ്പെട്ട് സുനന്ദ നേരെ ഓടിച്ചെല്ലുന്നത് സുഭാഷിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സുഭാഷേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് അങ്ങ് വീഴുന്നുണ്ട്. പുറകെ വരുന്ന ആളെ കണ്ടതും ആ സമയത്ത് സുധീഷു അപ്പുറത്തുണ്ടാവും. സുധീഷ് അവനെ തൊഴിച്ച് നന്നായി അടി കൊടുത്ത് വിടുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം സുനന്ദയെ അന്വേഷിച്ച് ഭർത്താവ് വരാണ് അവളുടെ വീട്ടിലേക്ക്. നീ എവിടെ ആയിരുന്നടി ഇന്നലെ? ഏതവൻ്റെ കൂടെയായിരുന്നടി എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അനാവശ്യം പറയരുത്, സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട്. അനാവശ്യമോ? നിങ്ങളുടെ മകള് ഏതവൻ്റെ കൂടെയായിരുന്നു ഇന്നലെ അല്ലടാ. നീ കള്ളു കുടിച്ച് ലെക്ക് കെട്ടി എൻ്റെ മോളെ ഒരുത്തൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കിയത്. എന്നിട്ടിപ്പോൾ നീ ചോദിക്കുന്നു അവൾ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. അതേ, നിങ്ങളുടെ മോള് വിവാഹത്തിന് മുമ്പേ ഒരുപാട് അഴിഞ്ഞാടിയതില്ലേ. ഈ 4 പുരുഷ
പുരുഷന്മാരുള്ള വീട്ടിൽ അവൾ കയറി ഇറങ്ങലായിരുന്നല്ലോ ഇവൾക്ക് പരിപാടി. പിന്നെ എന്താ, വിവാഹം കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വേണോ? എൻ്റെ കൂട്ടുകാരനെ അവൾ ഒരു ദിവസം അവൻ്റെ കൂടെ കിടന്ന് കരുതി ഒരു കുഴപ്പമില്ല. ആ സമയത്ത് സുനന്ദയുടെ അച്ഛൻ വന്ന് മുഖമടച്ചൊന്ന് കൊടുക്കുന്നു. എടാ തെമ്മാടി, അതെ നിങ്ങളുടെ മോളെ, ഇതെൻ്റെ ഭാര്യ, ഞാൻ ഇവളെ കൊണ്ടുപോകുന്ന പറഞ്ഞ കയ്യിൽ കയറി പിടിക്കാട്ടോ. എന്നാൽ സുനന്ദയെ അവർ വിട്ടുകൊടുക്കുന്നില്ല. അന്നേരത്ത് അവിടേക്ക് വന്ന സുധീഷ് തന്നെയാണ് കേട്ടോ രക്ഷിക്കുന്നത് സുനന്ദയെ. ആ സമയത്ത് തന്നെ അവരോട് ഈ വീടിൻ്റെ പടി കാണാൻ പോകരുത്, സുനന്ദയ്ക്ക് ഇഷ്ടമില്ലാതെ ഒരിക്കലും നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭർത്താവ് അതിനെ നല്ല അടി കൊടുക്കുമ്പോൾ അവരവിടെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സുനന്ദയുടെ അമ്മയെ മുഖത്തേക്ക് നോക്കി സുധീഷ് പറയും, അല്ല നിങ്ങൾ രണ്ടുപേരും മകൾക്ക് വേണ്ടി കണ്ടുവച്ച പുരുഷനല്ലേ, എന്നിട്ട് ഇന്ന് വരെ അവൾക്ക് സ്വസ്ഥ സമാധാനം എന്തുന്നുണ്ടോ? എന്തിന് അവളുടെ ചാരിത്രം പോലും നഷ്ടപ്പെടും. സ്വന്തം ഭർത്താവ് തന്നെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കാൻ പോകുന്ന ആ ഒരവസ്ഥ ഏത് പെണ്ണിന് പോലെ. എൻ്റെ സുഭാഷന് അത്രയ്ക്ക് തരം താഴ്ന്നവനല്ല. ഇവളെ അവൾക്ക് കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇതേ കൈവെള്ളയിൽ കൊണ്ട് നടന്നേനെ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് മോനെ. ആ സമയത്ത് കണ്ണീരോടെ പ്രമീളയും അവളുടെ അച്ഛനും ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാട്ടോ. അതും പറഞ്ഞ് സുധീഷ് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് സുനന്ദയുടെ വിവരങ്ങളൊക്കെ സുധീഷ് പറയുമ്പോൾ സുഭാഷിന് വല്ലാതെ സങ്കടമാവാട്ടോ. അവൾക്ക് ഇങ്ങനൊരു ജീവിതം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സുഭാഷേട്ടാ, ഇനിയിപ്പോൾ അവർ വന്ന് സുനന്ദയെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സുഭാഷേട്ടൻ ഏറ്റെടുക്കാൻ പാടില്ല. എന്താടാ നീ ഈ പറയുന്നത്? അവർ ഇനി എനിക്ക് കെട്ടിച്ചു തരുമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. എന്നാലും സുനന്ദയെ അന്ന് കാല് പിടിച്ചോണ്ടല്ലേ അവളിവിടെ നിന്ന് കൊണ്ടുപോയത്. ഇനി വന്ന് കാല് പിടിക്കാൻ നിന്നാലും സുഭാഷേട്ടൻ്റെ മനസ്സ് മാറിയത്. അങ്ങ് രണ്ടാം കെട്ടുകാരിയൊന്നും എൻ്റെ സുഭാഷേട്ടൻ കെട്ടണ്ട. എൻ്റെ സുഭാഷേട്ടന് നല്ല ഫസ്റ്റ് പെൺകുട്ടിയെ തന്നെ കിട്ടും എന്ന് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം സുധീഷിൻ്റെ മനസ്സിൽ തൻ്റെ മനസ്സിലെ പ്രണയം, അവൾ എത്ര വിവാഹം കഴിഞ്ഞാൽ പോലും എനിക്ക് അവളുള്ള പ്രണയം മാറാൻ പോകുന്നില്ല എന്നൊരു തോന്നലായിരിക്കും. അങ്ങനെ സുനന്ദ ഏത് സമയവും അവളുടെ അവസ്ഥ കണ്ട് അവളുടെ അച്ഛനമ്മയും തന്നെ വല്ലാതെ കണ്ണീരൊഴിക്കുന്നുണ്ട്. അവളുടെ മുമ്പിൽ വന്ന് കാല് പിടിക്കുന്നുണ്ട്. മോളെ, നിന്റെ ജീവിതം ഞങ്ങളാ നശിപ്പിച്ചത്. നീ ആഗ്രഹിച്ച ജീവിതം പോലും നിനക്ക് തരാതെ നിന്നെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു. എന്നിട്ടിപ്പോൾ നീ ഇപ്പം ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കാണാൻ വയ്യ. സുഭാഷിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്നെ അവനോട് സ്വീകരിക്കാൻ പറയും. വേണ്ട, അത്തരം തരം താഴ്ന്ന പണി വേണ്ട. ഞാനൊരിക്കലും വിവാഹം കഴിക്കാതെ ഒരാളുടെ ഭാര്യയാണ് ഞാനിപ്പോൾ. എന്നെ അയാളെ കൊണ്ട് കെട്ടിക്കേണ്ട. ഇനി ഇത്രയും കാലം നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയില്ലല്ലോ, ഇനി അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുനന്ദ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നാൽ സുഭാഷിനെ കണ്ടിട്ട് പ്രമീള കൈക്കൂപ്പി പറയുന്നുണ്ട്, ഞങ്ങളുടെ മകളെ സ്വീകരിക്കണം. അവളെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. അവളെ ഒരു പുരുഷനെ കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു. അവളെ പൊന്നുപോലെ നോക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങൾക്ക് തെറ്റി. നീ ആയിരുന്നു മോനെ ശരി എന്ന് പറയുന്നുണ്ട് സുഭാഷിനോട്. സ്വന്തം മകളെ ഏറ്റെടുക്കാൻ വേണ്ടി പ്രമീളയും സുനന്ദയുടെ അച്ഛനെ തന്നെ പറയാട്ടോ. ഒടുവിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ സുഭാഷ് ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് സുഭാഷിൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ തീരുമാനം എടുക്കണമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷും സുനന്ദയും വീണ്ടും ഒരുമിക്കാണ് കേട്ടോ. അവരുടെ പ്രണയം അവിടെ വീണ്ടും തളിർക്കാണ്. സുനന്ദയ്ക്ക് ആ ഒരു കഴിഞ്ഞ പോയ ജീവിതം തന്നെ മറന്നു കളയണമെന്ന് സുഭാഷ് അവളോട് പറയുന്നുണ്ട്. ഇനി പുതിയൊരു ജീവിതമാണ്. അങ്ങനെയൊരു ജീവിതമേ ഉണ്ടായിട്ടില്ല. കണ്ടതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് മറക്കണമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭാസ്കരനൊക്കെ ഇടങ്കോലിടുന്നുണ്ടെങ്കിലും സുനന്ദയെ ഒടുവിൽ സുഭാഷ് തന്നെ വിവാഹം കഴിക്കുന്ന ആ മനോഹരമായ സീൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.